എന്നാ നീ മുളകരച്ച് കൂട്ടിയേച്ചാ മതി. ഓ എന്നാ പണി തുടങ്ങാം. ആ ADS വന്നേ, മസ്റ്ററോളിൽ ഒപ്പിട്ടിട്ട് പണി തുടങ്ങിയേച്ചാ മതി. ചേച്ചി ഈ ADS എന്ന് വെച്ചാൽ എന്താ? അയ്യോ അതറിയത്തില്ലേ? ADS എന്ന് വെച്ചാൽ അടവെടുത്ത് സൂഹിക്കുന്നവൾ. ഞാൻ പറഞ്ഞത് നേരാ. എപ്പോ നോക്കിയാലും ഒരു ബുക്കും പേനയും കക്ഷത്തി വെച്ച് ഇവിടെ വെച്ച് ഈ കുത്തി കുറിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒന്ന് മെയ് എനിക്ക് അവര് പണിതിട്ടുണ്ടോ? എടി എനിക്ക് അവളെ കാണുമ്പോഴേ ഒരു പാട്ട് ഓർമ്മ വരും, കലാഭവമണിയുടെ. ഏത് പാട്ട്? പഠിക്കോ? ഭരതന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പഞ്ചിരിങ്ങൊടുക്കം കിട്ടിയ തങ്കമ്മേ, ആണിന്റെ മാനം കക്കണതാനടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വാർത്തയുടെ കൂടെ പോയതെങ്കിലേ തങ്കമ്മ നല്ല അന്തസ്സായ ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഒന്നും ചെലവിലല്ല. നിങ്ങളെന്താ ചെയ്യുന്നേ? എങ്ങനെ കടം എടുക്കുന്ന കണ്ടില്ലേ? ആണോ? ഇങ്ങനെയാണോ തടം എടുക്കുന്നേ? മണ്ണ് നല്ലോണം മാറ്റിക്ക്. മണ്ണ് നല്ലോണം കളിച്ചു എന്നിട്ട് 3 പേരും മുകളിലോട്ട് നോക്കിക്കേ. മണ്ടയില്ലാത്തത് എങ്ങനെയാണോ തടം എടുക്കുന്നേ? അതെ, ഇന്ന് ഇവിടെ അല്ല പണി. പിന്നെ എവിടെയാ? ദേ ആ വീട്ടിലെ പറമ്പിലാ. നിങ്ങളൊന്ന് വേഗം വന്നേ. വന്നേ. ചേച്ചിയെ ചേച്ചിയെ എത്തിയാ? കാലത്ത് പോലെ ഇവിടെ കാത്തിരിക്കുക. എന്താ ഇത്ര വൈകിയത്? ഒരു അബദ്ധം പറ്റിയെന്നേ. ഇവളുമാര് പറമ്പ് മാറിക്കളിച്ച് വീട് മാറിക്കളിച്ചോ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നാളെ എന്റെ കൊച്ചിന്റെ പിറന്നാളാ. പിറന്നാള് കുട്ടാ. എന്റെ നാട്ടുകാരും ബന്ധുക്കളുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതാ. ഈ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി തന്നേക്കണം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. ഒരു 3 ദിവസം പിടിക്കും. മുറ്റത്തെ 3 പുല്ല് പറിക്കാനാണോ 3 ദിവസം? മുറ്റത്തെ 3 പുല്ലാണെങ്കിലും പറിക്കുന്നത് കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ. ഞങ്ങളല്ലേ? അപ്പൊ 3-4 ദിവസമൊക്കെ പിടിക്കും. അല്ലേടി? അല്ലേ? അതെ. ആണോ? അപ്പോഴേ നിങ്ങൾക്ക് സമയത്തിന് കപ്പയോ കാപ്പിയോ ചീരയോ എന്താന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് തന്നേക്കാം. വൃത്തിയാക്കി തന്നാ മതി. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ. നിർത്ത്. ഇന്ന് 1.5 മണിക്കൂറുണ്ടല്ലോ നന്മരൂപയെ വിളിക്കുന്നത്. ഇന്ന് മൊത്തം ഇതേ ഉള്ളോ? ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. കുമാരി എന്താ ഇന്നലെ പണിക്ക് വരാതിരുന്നേ? അയ്യോ അതൊരു സംഭവം ഉണ്ടായിട്ടാ. എന്താ? അതെ, എന്റെ 500 രൂപ വിലയുള്ള ഒരു ഷർട്ട് കിണറ്റിൽ പോയി. അത് എടുക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു. 500 രൂപയുടെ ഒരു ഷർട്ട് എടുക്കാൻ ഫയർഫോഴ്സ്? പച്ചക്കള്ളം. 500 രൂപയുടെ ഷർട്ട് എടുക്കാൻ ആരെങ്കിലും ഫയർഫോഴ്സിനെ വിളിക്കോ? അതേടി, ആ ഷർട്ടിനുള്ളിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നടി. അയ്യോ, അപ്പൊ പിന്നെ എടുക്കാതെ പറ്റില്ല. അതെ, നീ എന്താ ചെയ്യുന്നേ? ഞാൻ 5-6 വിറക് വെറുക്കുക. ഇത് കൊണ്ടുവന്നിട്ടാണ് എനിക്ക് എന്റെ വീട്ടിൽ അത്താഴം വെക്കാൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണ് നിങ്ങൾ വരുന്നത്, അല്ലാതെ ഇവിടെ പണിയെടുക്കാനല്ല. എടി ആ വീട്ടുകാരെ നിങ്ങൾ കണ്ട് എന്ത് മോശമാണെന്നറിയോ? പിന്നെ ഞാൻ 5-6 ചുള്ളി പെറുക്കിക്കൊണ്ടുപോണത് അവരെ കാണിച്ചോണ്ടല്ലേ. എന്നാൽ എനിക്ക് കൂടി ഉള്ളത് എടുത്തോളി. സമയം എത്രയായി? 10-10:30 ആയെന്നാടി തോന്നുന്നേ. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. നിന്റെ വയറ്റിൽ തന്നെ കോഴിയും കുഞ്ഞുങ്ങളുണ്ടോ ഇങ്ങനെ ആക്കാന്തപ്പെടാൻ? ചേച്ചിമാരെ കാപ്പി റെഡി ആയിട്ടോ. വേണ്ട, കപ്പയുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ ഇവിടെ തിന്നാനൊന്നും വന്നതല്ല. ഞങ്ങൾക്ക് പണിയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടുള്ളൂ തീറ്റയൊക്കെ. അവള് പറഞ്ഞത് നേരം. എനിക്കാണെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന പച്ച വെള്ളം കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ആരെങ്കിലും ഒക്കെ നിർബന്ധിക്കുന്നല്ലോ എന്നോർത്താ. എനിക്ക് ഈ കപ്പ വയറ്റി പിടിക്കൂലെന്നേ. അപ്പടി ഗ്യാസാ. എന്താ ചെയ്യാ? തൊഴിലിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് എനിക്കൊക്കെ. വേണ്ടാന്ന് പറഞ്ഞവളുമാര് ADS ഇരിക്കുന്നില്ലേ? ഇവളുമാരല്ലേ പണിയെടുക്കുന്നേ, അവര് കഴിക്കട്ടെന്ന്. മീൻകറി ഒന്ന് കൂട്ടി നോക്കിക്കേ. മീൻകറി നല്ല ടേസ്റ്റ് ആട്ടോ. അച്ഛന് നല്ല കൈപ്പുണ്യാണോ? ചേട്ടനെ പുഴയിലും ചൂണ്ടയിട്ട് പിടിച്ച മീനാ. ഞാനോർത്തെ വല വീശി പിടിച്ചതായിരിക്കും. പണ്ടൊന്ന് വല വീശിയതാ. അതിന്റെ വല വേണ്ട കൈ ഇരിക്കുന്നേ. അതിന്റെ ബർത്ത്ഡേ ആണ് നാളെ. ഇത് നാടൻ കപ്പയാണോ? പിന്നെ നല്ല ഒന്നാമത്തെ നാടൻ കപ്പയാന്നേ. നമ്മള് പറമ്പീന്ന ഇവിടെ അടുത്താണോ? ആറെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തല്ലയോ 6. ഇത് നല്ല കപ്പ. നല്ല കപ്പയാണ്, ഉടഞ്ഞിരിക്കുന്നത്. നല്ല പുട്ട് പോലെ വന്ന കപ്പയല്ലേ? കൊള്ളാല്ലേ? തോറ്റടി, നീ തോറ്റു. വെറുതെ അല്ല ഉപ്പുമാങ്ങ പറഞ്ഞ് പോലെ ഇരിക്കും.
പെണ്ണിനാ? എല്ലാരും കാപ്പിയൊക്കെ കഴിച്ചല്ലേ? കഴിച്ചല്ല? വയറൊക്കെ നിറഞ്ഞല്ലേ? ആ നിറഞ്ഞത് കണ്ടു. വേഗം എഴുന്നേറ്റേ. ഇത് കേട്ടോ, അനിയന്റെ വീട്ടിൽ പോയി ഞാൻ ഒരു ആഹാരവും കഴിക്കാറില്ല കേട്ടോ. എവളുമാരുടെ വയറ് നിറഞ്ഞ എന്റെ വയറ് നിറഞ്ഞ മാതിരിയാ. എനിക്ക് ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ. എപ്പൊ നോക്കിയാലും ഇവിടെ എഴുതിയാലോടി. എന്തെന്ന് ഇവിടെ ഇതിന് മാത്രം ഇങ്ങനെ എഴുതി കൂട്ടുന്നത്? കുമാരിയുടെ ഭർത്താവ് പഞ്ചായത്തിൽ കക്കൂസിന് അപേക്ഷിച്ചില്ലേ? ഞാനത് അമ്പി മെമ്പറോട് പറഞ്ഞ് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. വന്നോണേ, നിങ്ങളെ പണി ഞാൻ ഇപ്പൊ വരാട്ടോ. ആ ഓട്ടോ എല്ലാം കൂടി എന്റെ കാലനക്കാൻ മെനക്ക്. ഞാനൊന്നും ഇരിക്കട്ടോടി. നീ ആ പെണ്ണിനോട് ഇച്ചിരി കഞ്ഞോളം കൊണ്ടുവരാൻ പറ. പക്ഷേ ഒരിറ്റ കഞ്ഞോളം കൊണ്ടുവന്നേരാ. ഇച്ചിരി പറ്റിക്കോടി. പിന്നെ കഞ്ഞിന്നങ്ങ് പറയടി. വ്യത്യാസം. കഴിഞ്ഞ ആഴ്ച എന്റെ കൊച്ചിന്റെ ആനിവേഴ്സറിയായിരുന്നു. കൊച്ചിനെ ആണി വെച്ചെറിഞ്ഞോ? എന്നിട്ട് നീ ചോദിക്കാൻ പോയില്ലേ? പൊന്നേച്ചി അതൊന്നുമല്ല. ഈ മാസം നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലേ, അത്. ഓ ആനിവേഴ്സറി. എന്നിട്ട് നീ എന്ത് സാധനം പഠിപ്പിച്ചു? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്റെ കൊച്ചി നന്നായിട്ട് കളിച്ച് നെറ്റിലൊക്കെ ഉണ്ട്. എന്റെ ഉണ്ടടി നെറ്റില്. കുടുംബശ്രീ നെറ്റ് കോഴിയില്ലേ 4 ചുറ്റും നല്ല നെറ്റ് കെട്ടി ഞാൻ അതിനകത്ത് ഇട്ടേക്കണം. 7 നേരം വിശ്രമം മാത്രമേ ഉള്ളോ? ഇതുവരെ പണിയൊന്നും ആയില്ലേ? എന്റെ കൊച്ചേ, എനിക്ക് ഇത്തിരി പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും മണിഞ്ഞൂടെ? ചേട്ടൻ അന്നേരം പറഞ്ഞ കുമാരനെ വിളിച്ചാൽ മതിയെന്ന് എന്റെ ഒരൊറ്റ നാട് നിർബന്ധത്തിലാ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ വന്ന് പറയുന്ന പോലെയല്ല, ചേട്ടനെ ഇങ്ങോട്ട് വരുത്താതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. കൂടി മാത്രമുണ്ട്. മുറ്റത്തെ 3 പുല്ല് പറിക്കാത്തവരാ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്ന. അല്ലേ, ഇത് എന്തെടുത്തുവാ? കാപ്പി കഴിഞ്ഞപ്പോ എഴുന്നേറ്റല്ലോ. ഇതേ പൂളിന് സമയം. എന്നാ പിന്നെ ഊണ് കഴിച്ചിട്ട് തുടങ്ങാം. നിങ്ങൾ ആ മത്സരയുടെ വീട്ടിലെ കാട് എന്താ വെട്ടാത്തെ? ഞാൻ പോകൂല. അതെന്ത്? അതെ, കഴിഞ്ഞ പ്രാവശ്യം പണിക്ക് വന്നപ്പോഴേ ഈ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പോ മുറ്റത്തെ പരിപ്പിപ്പ് എടുത്തു കുടിക്കാൻ പറഞ്ഞവള്. അതുപോലെ അന്ന് ഉച്ചയ്ക്ക് അവളുടെ തിണ്ണേന്റെ നമ്മൾ കഞ്ഞി കുടിച്ചില്ലേ? ആ കഞ്ഞി കുടിച്ച് നമ്മൾ എണീറ്റ് ഉടനെ ഉണ്ടല്ലോ അവളെ ചാണകവെള്ളം കളിച്ചേക്കുന്നു. എവളുമാര് നന്നാവൂല. എടി, അല്ലെങ്കിലും ഈ കൊച്ചമ്മമാരൊക്കെ ഇങ്ങനെയാടി. എടി ഇപ്പൊ എല്ലാ കൊച്ചമ്മമാരും പണിക്കിറങ്ങി. സർക്കാരെ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞു. പെൻഷൻ കേട്ടോണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്റെ പൊന്നേച്ചി, എനിക്ക് ഈ പണിക്കൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വെറുതെ വീട്ടിൽ പട്ടിണി കിടക്കണ്ടല്ലോ കരുതി വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന് മാല കാണുന്നില്ല. മാലയാന്നോടി കൊച്ചേ? അല്ല, 2 പവന്റെ സ്വർണ്ണമാല. എന്റെ മനുഷ്യ, അതാ കട്ടിലെങ്ങനെ കിടക്കുകയാണ്. നീ നടന്നു വെച്ചത്? ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പാ അത് ഇവിടെ എവിടെയോ വീണിട്ടുണ്ട്. 2 കിലോ തൂക്കൂലാത്ത കൊച്ചിന്റെ പേത്ത് എന്തിനാ 2 പവന്റെ മാല ഇട്ടത്? തള്ള അവിടെ 2 പാലുമായി തുറഞ്ഞു വന്നു. തീ കയറി ഇരിക്കപ്പെടാ മനുഷ്യന്. കുറച്ച് വെള്ളം പോയി കുടിക്കും. നമ്മുടെ വിധിയാടാ. എടി, പവനിപ്പ എത്രയാ? 25,000. അപ്പൊ 2 പവന്
നല്ലത്. എന്റെ പൊന്ന് ചേച്ചിമാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് തൊഴിൽ